അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രഭാഷണം ആരംഭിക്കുകയായി. ആത്മാർത്ഥമായ മടക്കം എന്ന വിഷയത്തിൽ ജനാബ് ഹുസൈൻ സൽഫി അവർ നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. بقدر الكد تكتسب المعالي ومن طلب العلا سهر الليالي. تروم العز ثم تنام ليلا يخوض البحر من طلب اللآلي. تركت النوم ربي في الليالي لأجل رضاك يا مولى الموالي. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിലെ ഏറ്റവും പുണ്യപൂർണവും പ്രധാനപ്പെട്ടതുമായ ഒരു രാത്രിയിൽ ഈ മസ്ജിദിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും സന്തോഷത്തോടുകൂടി
അവന്റെ സ്വർഗലോകത്തേക്ക് പ്രവേശനം നൽകപ്പെടുകയും ഭീകരമായ നരകലോകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മഹ്ശറിൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ഒരു പ്രതിഫലമാണ് നോമ്പുകാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ബാബ, സ്വർഗത്തിൽ ഒരു കവാടമുണ്ട്. യുഖാലു ലഹു റയ്യാൻ, അതിന് പറയപ്പെടുന്നത് റയ്യാൻ എന്ന പേരിലുള്ള കവാടം. റയ്യാൻ എന്ന് പറഞ്ഞാൽ തന്നെ റയ്യ് എന്ന പ്രയോഗത്തിൽ നിന്നാണ് റയ്യാൻ ഉണ്ടായത്. റയ്യ് എന്ന് പറഞ്ഞാൽ ദാഹം തീരലാണ്, ദാഹം തീർക്കലാണ്. കുടിച്ച് ദാഹം തീർത്ത് സന്തോഷഭരിതരാകുന്നയാളാണ് റയ്യാൻ. ആ പ്രത്യേകമായ നാമമാണ് ആ വാതിലിന് നൽകപ്പെട്ടിരിക്കുന്നത്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വ്രതമനുഷ്ഠിച്ച ആളുകളതാ അതിലൂടെ പ്രവേശനം ലഭിക്കുകയാണ്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത ഒരാൾക്ക് അതിലൂടെ പ്രവേശനം ഇല്ല. ചോദിക്കപ്പെടും, പറയപ്പെടും സ്വർഗത്തിൽ വെച്ച് ഐന സ്വായിമൂൻ, ഐന സ്വായിമൂൻ, നോമ്പ് നോറ്റവരെവിടെ, വ്രതമനുഷ്ഠിച്ചവരെവിടെ എന്ന് വിളിക്കപ്പെടുമ്പോൾ ഫയഖൂമൂന, അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചവരെല്ലാം എഴുന്നേറ്റ് അങ്ങനെ അവർ ആ വാതിലിലൂടെ പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. ഫൈദാ ദഖലു, അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉഗ്ലിഖ, ആ ഡോർ അടക്കപ്പെട്ടു കഴിഞ്ഞു. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, പിന്നീട് ഒരാൾക്കും അതിലൂടെ പ്രവേശനമില്ല. ഇമാം ബുഖാരി അടക്കമുള്ള ധാരാളം മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സഹീഹായ ഹദീസാണ്. അതിന്റെ ഒരു രത്ന ചുരുക്കമാണ് നിങ്ങൾ ഈ കേട്ടുകഴിഞ്ഞത്. സഹോദരങ്ങളെ, ഇത് ലഭിക്കാനാണ് നമ്മുടെ പ്രയത്നം. സ്വർഗത്തിലാണ് ഈ വാതിലുള്ളത്. അതിന് സ്വർഗത്തിലെത്തണ്ടേ? സ്വർഗത്തിലെത്തിപ്പെട്ടവർക്കല്ലേ ഇതിലൂടെ പ്രവേശനമുള്ളത്? അവർക്കല്ലേ പ്രിയപ്പെട്ടവരെ ഈ മഹത്വമുള്ളത്? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിലെത്താൻ, അല്ലാഹുവിന്റെ സുഖലോലുപമായ ആനന്ദത്തിന്റെ ലോകമായ സ്വർഗത്തിലെത്താൻ അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് വസാരിഉ ഇലാ മഗ്ഫിറ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഉ, നിങ്ങൾ ധൃതി കൂട്ടണേ. വസാരിഉ, നിങ്ങൾ വളരെ ധൃതി കാണിക്കണം. എന്തിലേക്ക് ധൃതി കാണിക്കണം? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണേ. വളരെ പെട്ടെന്ന് മഗ്ഫിറത്ത് നേടിയെടുക്കാൻ വേണ്ടത് ചെയ്യണേ. വജന്നത്തിൻ, സ്വർഗത്തിലേക്ക് കുതിച്ചോളൂ. സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണേ. അർളുഹാ അസ്സമാവാതു വൽ അർദു, അതിന്റെ വിശാലത ആകാശഭൂമികളോളമാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അതേ പടച്ച തമ്പുരാനെ ഭയപ്പെടുന്ന, അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ള സ്വർഗത്തിലേക്ക്, ആ സ്വർഗം ലഭിക്കാൻ ആവശ്യമായ നിലക്ക് അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് മഗ്ഫിറത്താണ്, പാപങ്ങൾ പുറത്തു കിട്ടലാണ്. നിങ്ങളുടെ സർവ്വപാപങ്ങളും പുറത്തു കിട്ടലാണല്ലോ വേണ്ടത്. അതിന് വേണ്ടത് നിങ്ങൾ ചെയ്യണേ. ഇതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ ആൽ ഇംറാൻ എന്ന പേരുള്ള സൂറത്തിലൂടെ നിർദ്ദേശിക്കുന്നു. അപ്പൊ സ്വർഗത്തിലെത്താൻ നമ്മളെല്ലാവരും ഈ റമദാനിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. അസ്അലുക്കൽ ജന്ന, അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു എന്ന് നമ്മൾ ചോദിക്കാത്ത ദിവസങ്ങളില്ല. സ്വർഗം നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗത്തിലെത്താൻ പാപമോചനം ലഭിക്കപ്പെട്ടവർക്കല്ലാതെ ഒരാൾക്കും അർഹതയില്ല. അല്ലാഹുവിങ്കൽ നിന്ന് പാപമോചനം കിട്ടണം, മഗ്ഫിറത്ത് കിട്ടണം. എങ്ങനെയാണ് മഗ്ഫിറത്ത് കിട്ടേണ്ടത്? നിരന്തരം അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ പൊറുക്കണേ എന്ന ശബ്ദം, അല്ലാഹുവേ എന്നോട് മാപ്പാക്കണേ എന്ന് സൃഷ്ടികൾ പറയുന്ന ആ ശബ്ദം കേൾക്കുന്നത് പടച്ച തമ്പുരാന് ഏറെ ഇഷ്ടമാണ്. അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കുന്നത്, എത്ര ചോദിക്കുന്നുവോ അവൻ അത്രയും ഇഷ്ടമാണ്. എത്രയാണ് ഞാൻ ചോദിക്കുക, അത് അല്ലാഹ്ക്കൊരു മടുപ്പുണ്ടാക്കില്ലേ എന്ന ചിന്ത നമുക്ക് ലവലേശം വേണ്ട. എത്ര ചോദിക്കുന്നോ അത്രയും അല്ലാഹ്ക്ക് ഇഷ്ടമാണ്.
ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. പശ്ചാത്തപിക്കുന്നവരോട് അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. തൗബയുടെ മാസമാണെന്നാണ് നമ്മൾ പറയുന്നത്. തൗബ എന്ന് പറയുന്നത് എങ്ങനെയാണ്? തൗബ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആശയം എന്താണ്? ഉദ്ദേശം എന്താണ്? താബ എന്ന അറബി ഭാഷയിലുള്ള പദത്തിന്റെ അർത്ഥം റജാ, മടങ്ങി എന്നാണ് അർത്ഥം. അനാബ, ഖേദിച്ച് മടങ്ങി. അപ്പൊ ഖേദത്തോടുകൂടെയുള്ളവർ മടക്കമാണ് തൗബ. ആരിലേക്കാണ് മടങ്ങേണ്ടത്? ആരിൽ നിന്നാണോ കൈവിട്ട് പോന്നതെങ്കിൽ, ആരുടെ നിർദ്ദേശത്തിന് വകവെക്കാതെ റൂട്ട് തെറ്റിയിട്ടാണ് സഞ്ചരിച്ചിട്ടുള്ളതെങ്കിൽ അവനിലേക്ക് തന്നെ തിരിച്ചു ചെന്ന് പാപങ്ങൾ അവന്റെ മുമ്പിൽ ഏറ്റുപറയുന്നത് അവന് ഏറെ ഇഷ്ടമാണെന്നാ അല്ല പറയുന്നത്. എത്ര വലിയവനായിരുന്നാലും അവനതിൽ ശങ്കിക്കേണ്ടതില്ല. അതേ, ഞാനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന ബോധം നമുക്കുണ്ടാകണ്ട. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദിനേന റബ്ബിനോട് 100 തവണ ഇസ്തിഗ്ഫാറിന് തേടാറുണ്ടായിരുന്നു. ദിനേന അവിടുന്ന് അള്ളാഹുവിനോട് പൊറുക്കണേ അല്ലാ എന്ന് ചോദിച്ചിരുന്നു. അവിടുന്ന് ദിനേന പാപം ചെയ്തതുകൊണ്ടല്ല, അവിടുന്ന് പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയാണ്. തെറ്റുകൾ സംഭവിക്കാത്ത വ്യക്തിത്വമാണ്, കറകളഞ്ഞ വ്യക്തിത്വമാണ്. എന്നിട്ടും അതാ നിരന്തരം അള്ളാഹുവിനോട് അവിടുന്ന് തേടിക്കൊണ്ടിരുന്നു. റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ. റബ്ബേ, നീ എന്നോട് പൊറുക്കേണമേ. വതുബ് അലയ്യ, എന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, നീയാണല്ലോ തൗബ ഏറെ സ്വീകരിക്കുന്നവനും ഏറെ പൊറുക്കുന്നവനും നീയാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ചോദിക്കുകയാണ്. നബി തങ്ങളുടെ കൂടെ ഒരു മജ്ലിസിൽ ഞങ്ങൾ ഇരുന്നെഴുന്നേൽക്കുമ്പോഴേക്ക് ഒരു 100 തവണയെങ്കിലും ഞങ്ങൾ എണ്ണിയെടുക്കുമാറ് അവിടുന്ന് ഇതിങ്ങനെ ആവർത്തിക്കുന്നത് കേൾക്കാം. റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ. മറ്റൊരു റിപ്പോർട്ടിൽ റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. ആരായി തേടുന്നത് ഓർക്കണം. ഒരു പാപവും ചെയ്യാത്ത മഅ്സൂമായ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് തേടുന്നത്. എന്താ? എന്തെങ്കിലും പറ്റിപ്പോയോ എന്ന കുറ്റബോധം മനസ്സിൽ വേട്ടയാടുക. ഞാനെല്ലാം തികഞ്ഞവനാണെന്ന ധാരണയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോലും സ്ഥിതി അതാണെങ്കിൽ, ദിനേന പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന, അതേ സർവാവയവങ്ങൾ കൊണ്ടും തിന്മകളിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന, അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അത് കേട്ടുകൊണ്ടിരിക്കുന്ന, അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരാ സഹോദരി, അതേ നമ്മൾ എത്ര തവണ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം, എത്ര തവണ നമ്മൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം. അതേ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായ മടക്കം മടങ്ങൂ. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. തൗബ ചെയ്യാനാ കൽപ്പന. ഈ മാസത്തിൽ നിന്ന് കടന്നുപോയിട്ടിനി എന്ന് തൗബ ചെയ്യാനാണ്. അതേ, തൗബ ചെയ്യാനുള്ള അവസരം ഇനിയും വൈകിയിട്ടില്ല. നമ്മളൊരു പരിശുദ്ധമായ രാത്രിയിലാണുള്ളത്, പരിപാവനമായ രാത്രിയിലാണുള്ളത്. ഖദറിന്റെ രാത്രിയാണെന്ന് ഏറെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിൽ ഒരു രാത്രിയിലാണല്ലോ. അതേ, ഇന്നും നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണല്ലോ, നീ ഏറെ പൊറുക്കുന്നവനാണല്ലോ, നീ ഏറെ മാപ്പ് നൽകുന്നവനല്ലയോ. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകൽ നിനക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ. ഈ സാധുവായ അടിമക്ക് നിന്നോട് പറയാനുള്ളത് ഫഅഫു അന്നീ, എന്നിൽ നിന്ന് മാപ്പാക്കണമേ, എന്നോട് പൊറുക്കണേ, എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ, ഒരുപാട് പറ്റിപ്പോയ അടിമയാണ് എന്നിങ്ങനെ നിരന്തരം പറയാൻ, അതേ ഒറ്റക്കിരുന്നും അതേ സംഘത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ നിരന്തരം റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇസ്തിഗ്ഫാർ തന്നെയാണ്. പൊറുത്തു തരണേ അല്ലാ, ഞാനിതാ നിന്നിലേക്ക് മടങ്ങുന്നു, ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. അസ്തഗ്ഫിറുല്ലാഹ് എന്നത് അതിന്റെ ഏറ്റവും ചെറിയ ഒരു രൂപമാണ്. അസ്തഗ്ഫിറു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, പൊറുത്തു തരണേ അല്ലാ,
അള്ളാഹുവിനോട് ഞാനിതാ പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണ് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. പ്രിയമുള്ളവരെ, നമ്മളാരും മനസ്സിലാക്കരുത്, അള്ളാഹുവെ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപമോചനം മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ദുന്യവിയായ ഒരുപാട് ഉപകാരങ്ങൾ, ഉഖറവിയായിട്ട് നമുക്ക് കിട്ടാവുന്ന ഉപകാരങ്ങളെ പോലെ തന്നെ ഈ ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിക്കുന്ന ലോകത്ത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ഒരാൾ അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ, അതേ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ദുന്യാവിൽ തന്നെ ഒട്ടേറെ ഗുണങ്ങൾ നമുക്ക് കാണാനാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളെ പഠിപ്പിച്ചത് അതാണ്. ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളെ പഠിപ്പിച്ചത് അതാണ്. ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളെ പഠിപ്പിച്ചതുപോലെ അതേ നൂഹ് നബി അലൈഹിസ്സലാം ആദ്യമേ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ പഠിപ്പിച്ചത്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്ത് വയജ്അൽ ലക്കും അൻഹാറാ മലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. സൂറത്ത് നൂഹിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു. എന്താ ജനങ്ങളോട് പറഞ്ഞത്? ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുത്തു തരണേ എന്ന് യാചിക്കൂ ജനങ്ങളെ. ആരാ പറയുന്നത്? ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇസ്തിഗ്ഫാർ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പഠിപ്പിച്ച കാര്യമാണ് ഈ പറയുന്നത്. എന്ത്? നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കൂ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുത്തു തരണേ റബ്ബേ എന്ന് നിരന്തരം തേടൂ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്നേ ജനങ്ങളോട് പറഞ്ഞു. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അള്ളാഹ് പറയുന്നു, അള്ളാഹ് ഏറെ പൊറുക്കുന്നവനാണ്, അള്ളാഹ് ഏറെ പൊറുക്കും. എല്ലാവരും ശ്രദ്ധിച്ചോളി. നമ്മൾ ആരും ധരിക്കണ്ട ഞാനൊരു കൊടും പാപിയാണ്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്, ഞാനൊക്കെ ഇനി അള്ളാഹിനോട് പറഞ്ഞ അള്ളാഹ് സ്വീകരിക്കോ? നിരാശ ഒരിക്കലും പാടില്ല. ആശയുടെ രാത്രിയിലാണ് നമ്മളുള്ളത്, ആശയുടെ മാസത്തിലാണ് നമ്മളുള്ളത്. ആശ മുറിഞ്ഞു പോകരുത്. എത്ര വലിയ കൊടും ഭീകരനാവട്ടെ, എത്ര കൊടും പാപിയാവട്ടെ, ആശ മുറിഞ്ഞു പോകരുത്. പ്രതീക്ഷയോടെ ആശ മുറിഞ്ഞു പോകുന്നത് കാഫിറുകൾക്ക് മാത്രമായിരിക്കുമെന്നാണ് അല്ലാഹ് പറയുന്നത്. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ആശ മുറിഞ്ഞു പോവുക നിഷേധികളായ ആളുകൾ മാത്രമായിരിക്കും. നഷ്ടകാരികൾക്ക് മാത്രമേ പടച്ച റബ്ബ് പൊറുക്കൂല എന്ന് തോന്നുകയുള്ളൂ. മനുഷ്യരെ, സഹോദരങ്ങളെ, വിശ്വാസികളെ, ഈമാനുള്ളവരെ, നമ്മളോട് അല്ലാഹ് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒരു നിലക്കും നിങ്ങൾക്ക് നിരാശ വേണ്ട, റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ തേടിക്കോളൂ. അങ്ങനെ തേട്ടം കൊണ്ട് നമുക്ക് ദുന്യാവിലും ഉപകാരമുണ്ട്. അതാണ് നൂഹ് അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലകൾ അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അവൻ ആകാശത്തെ നിങ്ങളിലേക്ക് സമൃദ്ധമായ നിലക്ക് അയക്കും എന്ന് പറഞ്ഞാൽ നല്ല മഴ കിട്ടും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ, ഇത് റമദാനിൽ മാത്രമല്ല കേട്ടോ, ഖദറിന്റെ രാത്രിയിൽ മാത്രമല്ല കേട്ടോ, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അസ്തഗ്ഫിറുല്ലകൾ അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമുക്കും ഗുണമുണ്ട്, സമുദായത്തിനും ഗുണമുണ്ട്, നാടിനും നാട്ടാർക്കും ഗുണമുണ്ട്, ഇവിടെയുള്ള സർവ്വ വസ്തുക്കൾക്കും ഗുണമുണ്ട് എന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. മഴ അത് നമുക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉപകാരമല്ലേ. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മഴ വേണം, എല്ലാവർക്കും ഉപകാരമാണ്. നമ്മുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം, മഴ കിട്ടും. മഴ കുറയാൻ കാരണം ഇസ്തിഗ്ഫാർ കുറയുമ്പോ, പാപങ്ങളും തെമ്മാടിത്തങ്ങളും ധിക്കാരങ്ങളും ലോകത്ത് വർദ്ധിക്കുമ്പോ മഴ കുറഞ്ഞു പോകും. രാജ്യത്ത് കൊടിയ ക്ഷാമം നേരിടുന്നത് മനുഷ്യരുടെ പാപങ്ങൾ കൊണ്ടാണ്. പാപമോചനത്തിന് വേണ്ട പ്രാർത്ഥനകൾ അധികരിപ്പിക്കലായിരുന്നു മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ കാതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും സ്വഹാബത്തിന്റെ കാലത്തുമൊക്കെ മഴയ്ക്ക് ക്ഷാമം നേരിട്ടാൽ എന്താണ് അവർ ചെയ്തിരുന്നത്? മഴയില്ല റബ്ബേ എന്നവർ അല്ലാഹുവിനോട് തേടുകയാണ്. മഴയ്ക്ക് ക്ഷാമം നേരിട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്തായിരുന്നു? അല്ലാഹുവിനോട് തേടുക, നമസ്കരിക്കുക, വിനയാന്വിതരായി റബ്ബിലേക്ക് കൈനീട്ടിക്കൊണ്ട് നമസ്കാരം നിർവഹിച്ച് ദുആ ചെയ്ത്, അല്ലാഹുവേ മഴ തരണേ, ഞങ്ങളിൽ നിന്ന് പറ്റിപ്പോയ അബദ്ധങ്ങൾ കാരണം നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുതേ എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ വരുന്ന പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം ഏറ്റുപറയാൻ തയ്യാറായിക്കൊണ്ട്
ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചുകൊണ്ട് അവരതാ മഴയ്ക്ക് വേണ്ടി തേടുന്നു. ഇന്ന് പലപ്പോഴും മഴയില്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രദേശത്തുള്ള ജാറത്തിലെ കൊടിയെടുത്ത് ഊരുചുറ്റുന്നു, ജാറങ്ങളിൽ പോയി പറയുന്നു പ്രദേശത്ത് മഴയില്ല. അതുപോലെ തന്നെ മറ്റു പല രൂപത്തിലുള്ള പ്രവൃത്തികളിലും ഏർപ്പെടുന്നു. മീകായിൽ അലൈഹിസ്സലാമാണ് മഴ പെയ്യിപ്പിക്കാൻ അല്ലാഹ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മീകായിലെ മഴ പെയ്യിപ്പിക്കണേ എന്ന് പറയാമെന്ന് വേറൊരു കൂട്ടർ. എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. മഴയ്ക്ക് തേടാൻ ഈ ലോകത്ത് മലക്കിനോട് മഴയ്ക്ക് തേടാൻ പാടില്ല, ഒരു നബിയോട് മഴയ്ക്ക് തേടാൻ പാടില്ല. അതേ നബിയേ, അങ്ങ് ഞങ്ങൾക്ക് മഴ തരണേ എന്ന് അതേ ഇന്ന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ഏതെങ്കിലും മഹാത്മാക്കളോട് പറഞ്ഞാൽ മഴ കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹുവിനോട് തേടാനാണ്. അതേ സഹാബിമാരതാ ചെയ്തത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മഴയ്ക്ക് ക്ഷാമം നേരിട്ടു. സഹാബത്തരാ അവരെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു? നിസ്കാരം നിർവഹിക്കുന്നു. അതേ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമാക്കി നിർത്തിക്കൊണ്ട് അതേ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. അങ്ങനെ ധാരാളമായി അവര് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അവര് പറയുന്നു, അല്ലാഹുവേ, ഈ ഭൂമിയിലേക്ക് എന്തെങ്കിലും ബലാഹുകളും ആപത്തുകളും ഇറങ്ങുന്നത് പാപങ്ങൾ അധികരിക്കുമ്പോഴാണ്. ഞങ്ങളിൽ നിന്ന് വല്ലതും സംഭവിച്ചു പോയെങ്കിൽ പുറത്തു തരണേ എന്ന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുകയാണ്. അതാണ് മഹാന്മാരുടെ ചരിത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ ജലക്ഷാമത്തിന് പരിഹാരമാണ്. മഴയ്ക്ക് കുറവുണ്ടാകുമ്പോൾ ഇസ്തിഗ്ഫാറാണ് അധികരിപ്പിക്കേണ്ടത്. അപ്പോൾ സമൃദ്ധമായ നിലക്ക് മഴ ലഭിക്കാനും കൂടി കാരണമാണ് നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറും എന്നാ ഖുർആൻ പറയുന്നത്. അതേപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാം ജനങ്ങളോട് പറയുന്നു, വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. അല്ലാഹ് നിങ്ങൾക്കതാ സഹായം നൽകുന്നതാണ്. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹുവിനോട് നിരന്തരമായി പൊറുത്തു തരണേ അല്ലാ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കും. ബിഅംവാലിൻ വബനീൻ. സമ്പത്ത് നൽകിക്കൊണ്ടവൻ സഹായിക്കുന്നതാണ്, സന്താനങ്ങളെ നൽകിക്കൊണ്ട് സഹായിക്കുന്നതാണ്. കേട്ടോ നിങ്ങൾ, അതേ ഇസ്ലാം പറയുന്നത് എന്താണ്? സാമ്പത്തികമായ പ്രതിസന്ധി വരുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ചോളാൻ, ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ചോളാൻ. അതേ വയജഅൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്കവൻ തോട്ടങ്ങളെ നൽകുന്നതാണ്. വയജഅൽ ലക്കും അൻഹാറാ, അതേ നിങ്ങൾക്ക് സമൃദ്ധമായ നിലക്ക് തെളിനീരൊഴുകുന്ന നദികളെയും അവൻ തരുന്നതാണ്. ഇതൊന്നും സ്വർഗത്തിലെ കാര്യം പറയുന്നതല്ല. അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ, നിരന്തരം നമ്മൾ തൗബ ചെയ്തുകൊണ്ടിരുന്നാൽ അതേ നമുക്കും നാടിനുമൊക്കെ ഉപകാരമാണ്. അല്ലാഹ് മഴ തരും, അല്ലാഹ് സമ്പത്ത് തരും, അല്ലാഹ് സന്താനങ്ങളെ തരും, അതുപോലെ തന്നെ ആരോഗ്യം തരും. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ജനങ്ങളോട് അതേ ഇക്കാര്യം പറയുമ്പോൾ മഹാനവറുകൾ പറയുന്നൊരു വാചകം അതാ, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയാണ്, എന്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുത്തു തരണേ എന്ന് ചോദിക്കൂ. സുമ്മ തൂബൂ ഇലൈഹി, പറ്റിപ്പോയ പാപങ്ങൾ അവനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങൂ. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറാ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും. നിങ്ങളുടെ പവർ കൂടുമെന്നാ പറയുന്നത്, നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു തരുമെന്നാ പറയുന്നത്. അതേ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും വളർച്ചയും സന്തോഷവും ശക്തിയും കഴിവുമൊക്കെ ഇസ്തിഗ്ഫാറിലൂടെ ദുനിയാവിൽ പോലും കിട്ടുന്ന ഗുണമാണെങ്കിൽ ആഖിറത്തിൽ അതാ അതിനേക്കാൾ വലുതാണ് കാത്തിരിക്കുന്നത്. സുഖലോലുപമായ സ്വർഗമാണ്. ആ സ്വർഗത്തിലെത്തണോ, അതിന് തൗബ എങ്ങനെ ചെയ്യണമെന്നറിയണം. തൗബ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾ ചൊല്ലിത്തരുന്ന വാചകങ്ങളെ കേട്ടുകൊണ്ട് ആമീൻ എന്ന് പറയലല്ല തൗബ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സഹാബിമാരെ ഒക്കെ കൂടി ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂടിയിട്ട് ഇതാ നമ്മളൊരു തൗബ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു സഹറായിൽ, ഒരു മൈതാനത്ത്, ഒരു മരുഭൂമിയിൽ ആളുകളെയൊക്കെ കൂടി അള്ളാന്റെ റസൂൽ വിളിച്ചുകൂട്ടിയിട്ട് ഇത് തൗബ മജ്‌ലിസാകുന്നു, ഞാനിങ്ങനെ തൗബയുടെ ദുആ പറയും, നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞോളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്തതല്ല. തൗബ എന്ന് പറയുന്നത് അതേ അവനവന്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവിനോട്
അതേ മനസ്സറിഞ്ഞുകൊണ്ടവൻ പറയേണ്ടതാണ്. അവൻ എന്താണ് പറയുന്നതെന്നവൻ ചിന്തിക്കേണ്ടതുണ്ട്. അവൻ നന്നായി ആലോചിക്കേണ്ടതുണ്ട്. അതേ, ഒരു മനുഷ്യന്റെ മനസ്സിൽ ആദ്യമുണ്ടാകേണ്ടത് എന്താണ്? കുറ്റബോധമാണ്. കുറ്റബോധം തോന്നണം. കുറ്റബോധം തോന്നിയില്ലെങ്കിൽ എന്താ പ്രയോജനം പ്രിയപ്പെട്ടവരെ? കുറ്റബോധമില്ലാത്തവൻ മടങ്ങോ? ഒരാൾ മടങ്ങണമെങ്കിൽ ഒരു സ്ഥലത്തുകൂടെ യാത്ര പോകുന്ന ഒരുത്തന് തെറ്റി എന്ന് തോന്നിയാലല്ലേ തിരിച്ചു മടങ്ങുക. തെറ്റിയെന്ന് തോന്നിയിട്ടില്ലെങ്കിലോ? ഒരാളിങ്ങനെ ദുബായിലേക്കാണ് വിചാരിച്ചിട്ട് പോകുന്നത് അജ്മാൻ റൂട്ടിലേക്കാണ്. അയാൾ വേറെ ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്നതാ. അയാൾ അങ്ങനെ വണ്ടി ഓടിച്ച് അജ്മാനും കഴിഞ്ഞ് ഉമ്മുൽഖുവൈനും കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. എവിടേക്കൊക്കെ അദ്ദേഹം പോകുന്നു. അയാളുടെ മനസ്സിലെന്താ? ഞാനിങ്ങനെ അജ്മാനിലേക്ക് പോവുകയാണ്, അത് ദുബായിലേക്ക് പോവുകയാണ് എന്നാണ് അയാളുടെ മനസ്സിൽ. പക്ഷേ പെട്ടെന്നാണ് ഒരാൾ അയാൾക്ക് ഫോൺ ചെയ്ത് അയാളെ പറഞ്ഞു ധരിപ്പിച്ചു, നിങ്ങളിപ്പോ എവിടെയാണല്ലോ? ഞാൻ ഇന്ന സ്ഥലത്താ. എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി കേട്ടോ, നിങ്ങൾ ദുബായിലേക്കുള്ള റൂട്ടിലല്ല, ഉറപ്പാണ്, നിങ്ങളിപ്പോ വേറെ ഏതോ റൂട്ടിലാണ്. അയാൾക്ക് ബോധ്യമായാൽ അയാൾ വണ്ടി എവിടെ ബ്രേക്കിട്ട് അതാ തിരിച്ചു പോരും. എന്തേ അയാൾക്ക് കാരണം? അയാൾക്ക് ബോധ്യമാവണമില്ലെങ്കിലോ? ബോധ്യമായിട്ടില്ലെങ്കിൽ അയാൾ മുന്നോട്ട് തന്നെയാണ്. അതേ, തൗബയുടെ ഒന്നാമത്തെ നിബന്ധന എന്താണ്? മടക്കമാണ്. ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്, എനിക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന കുറ്റബോധമാണ് പ്രിയപ്പെട്ടവരെ തൗബയുടെ ഒന്നാമത്തെ ഘടകം. നമ്മൾ ഈ രാത്രി തൗബ ചെയ്യണ്ടേ? തൗബ ചെയ്തോ നമ്മൾ? ഇതുവരെയായിട്ട് നമ്മൾ തൗബ ചെയ്തോ? ഇന്ന് നേരം പുലരുന്നോളം നമുക്ക് ഏറ്റവും സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് പറഞ്ഞ ശാന്തിയുടെ സമാധാനത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പ്രവഹിച്ച് അതേ വലിയ രൂപത്തിലുള്ള സന്തോഷത്തിന്റെ രാത്രി ആവാൻ സാധ്യതയുള്ള ഒരു രാത്രിയിലല്ലേ നമ്മൾ? നാളത്തെ രാത്രിയും ആയിക്കൂടെ, മറ്റന്നാളത്തെ രാത്രിയും ആയിക്കൂടെ, റമദാൻ കഴിയുന്നതിന് മുമ്പുള്ള ഏത് രാത്രിയും ആവാ. ആരും തെറ്റിദ്ധരിക്കേണ്ട. എന്നെന്ന് ഉറപ്പ്, നാളെ സുബഹിയോടുകൂടെ ഖലാസ്, പള്ളികളോട് വിട, എന്തിനോടും വിട, ഖുർആനിനോട് വിട, ദിക്റിനോട് വിട. ഇനി ഷോപ്പിംഗിന്റെ കാലം. ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. റമദാൻ അതിന്റെ ഏറ്റവും വലിയ പുണ്യകരമായ അവസരം എപ്പോഴാണ് പടച്ചവൻ ഒരുക്കിയിട്ടുള്ളത് എന്ന് സാധുക്കളായ നമുക്കറിയില്ല. സാധുക്കളായ നമുക്ക് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിന് പോലും അതറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഏറെ അധ്വാനിച്ചു, ഏറെ സഹിച്ചു, ഏറെ ഉറക്കമിളച്ചു, ഏറെ പ്രയാസം സഹിച്ചു. അതേ, അവിടുത്തെ കണ്ണുകളിൽ ഉറക്കം വന്നില്ല. ഖബറോർക്കുകയാണ്. പാപം ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉറക്കം വരുന്നില്ല. അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്തിയിരിക്കുക തന്നെയാണ്. ഉറങ്ങുന്നില്ല, ഉറക്കം തലോടുന്നില്ല കണ്ണുകളെ. എന്തേ കാരണം? മഹ്ശറാണ്, ഖബറാണ്, നരകമാണ്. അവിടുത്തെ നരകം കിട്ടില്ല, അവിടുന്ന് നരകത്തിൽ പോകില്ലെന്ന് ഉറപ്പാണ്. എന്നിട്ടും സമാധാനമില്ല. മഹാന്മാരങ്ങനെയാണ്, നേതാക്കന്മാരങ്ങനെയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുക, നമ്മൾ എത്രമാത്രം ഒരു അലസതയിലാണ്, നമ്മൾ എത്രമാത്രം ഒരു വല്ലാത്ത മാനസികമായ ഒരു പ്രത്യേകമായ അന്തസ്സും മേന്മയും നടിക്കുകയാണ്. നമുക്കൊന്നും ഒരു ഭയം തോന്നുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുക, പടച്ചവനോട് ഖേദിച്ചു മടങ്ങുക. ഏത് കൊടും ഭീകരന്മാരോടും ഏത് പാപികളോടും അല്ല പറയുന്നത് നിരാശ വേണ്ട. ഖുൽ, നബിയെ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ, നബിയെ പറയൂ. ആരോട് പറയണം? യാ ഇബാദി, എന്റെ അടിമകളെ. അല്ലാഹുവിന്റെ വിളി സ്നേഹത്തോടെയാണ്. എങ്ങനെയുള്ള അടിമകൾ? അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തങ്ങളോട് തന്നെ ഒരുപാട് ചെയ്തവരായ, സ്വന്തത്തിനോടെതിരെ ഒരുപാട് അക്രമങ്ങൾ ചെയ്ത് കൊടും പാപികളായിക്കൊണ്ട് കഴിയുന്ന കടുത്ത ധിക്കാരികളോടും പറയൂ നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശമുറിഞ്ഞു പോകരുതേ. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അല്ലാഹ് എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവനാണ്, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ആശമുറിയണ്ട, നിരാശ വേണ്ട. റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോളൂ. അതിനു വേണ്ട ഒന്നാമത്തെ നിബന്ധന ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിക്കലാണ്. അതാ വേണ്ടത്. നമുക്ക് ആ ബോധമുണ്ടോ? ഞാൻ തെറ്റുകാരനാണ്, എന്റെ അടുക്കൽ ഒരുപാട് പറ്റിയിട്ടുണ്ട്, അല്ലാഹുവേ ഒരുപാട് അബദ്ധങ്ങൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിനോട് ഏറ്റുപറയണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതോ, ഇനി റബ്ബേ എന്റെ ജീവിതത്തിൽ ഇക്കഴിഞ്ഞതുപോലെയുള്ള ഒരു ജീവിതം ഉണ്ടാവില്ല. ഒരുപാട് തിന്മകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടവനാണ്.
കാതുകൾ കൊണ്ട് കേട്ടവനാണ്, നാവ് കൊണ്ട് പറഞ്ഞവനാണ്, കൈകൾ കൊണ്ട് പ്രവർത്തിച്ചവനാണ്, കാലുകൾ കൊണ്ട് നടന്നവനാണ്, പല സ്ഥലത്തേക്കും ഞാൻ പോയിരുന്നവനാണ്, പലതിലേക്കും പണം മുടക്കിയവനാണ്, ഒരുപാട് ഞാൻ ചെയ്തു റബ്ബേ. ഇപ്പോൾ അതെല്ലാം നിന്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുന്നു. ഇപ്പോൾ എനിക്ക് അവസരമില്ലാത്തത് കൊണ്ട് ഞാൻ റമദാനായതുകൊണ്ട് ചെയ്യുന്നില്ല. റമദാൻ കഴിഞ്ഞാൽ നിർത്തിവെച്ചതൊക്കെ ഞാൻ ഇനിയും തുടരും. അങ്ങനെയാണെങ്കിൽ തൗബല്ല കേട്ടോ, അങ്ങനെയാണെങ്കിൽ തൗബല്ല. ഇപ്പൊ എല്ലാവരും അങ്ങനെ തൗബ, എല്ലാ കൊല്ലവും തൗബണ്ട്. റമദാനായ കരച്ചിലും വീഴ്ചിലും നെടുവീർപ്പും നിശ്വാസവും പ്രാർത്ഥനയും ദിക്റും ഒക്കെ. ഒരു സീസണൽ ബക്രി, ഒരു സീസണിൽ അല്ല, സീസൺ കഴിഞ്ഞാൽ പിന്നെ അല്ലല്ല വേറെ ആരോ ആണ് എന്നാണ് ധാരണ. സീസൺ ആവുമ്പോ ഒരു പ്രത്യേക ഭക്തി. ചില പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ ഒരു കീസ് ഉണ്ടാവും കയ്യിൽ. ചുരിദാറാണ്, റോട്ടിലൂടെ അങ്ങാടിയിലൂടെ ആണുങ്ങളെ മുമ്പിലൂടെ നടക്കുമ്പോ പള്ളിയിലെത്തിയാൽ ഈ കുപ്പായാടിടുകയാണ്. കാരണം ഇപ്പൊ അള്ളാന്റെ മുമ്പിൽ ഒരു ബക്രി. അത് കഴിഞ്ഞ കാരണം പടച്ചോനാണ് ഇപ്പൊ വല്ലാതെ കാണുന്നത്. അതുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒക്കെ മറക്കുക. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ആണുങ്ങളുടെ മുമ്പിൽ പിന്നെയും വേഷം പഴയത് തന്നെ. ഇതെന്തൊരു ധിക്കാരമാണ്, ഇതെന്തൊരു പറ്റിക്കലാണ്. ഇതാരെയാണ് ഈ പരിഹസിക്കുന്നത്? അവര് വിചാരിക്കുന്നു ഞങ്ങൾ പറ്റിച്ചു, ഞങ്ങളിതാ പറ്റിച്ചു എന്ന് അവര് വിചാരിക്കുകയാണ്. അവര് വിചാരിക്കുന്നത് ഞങ്ങൾ അള്ളാനെ പറ്റിച്ചു, മുഅ്മിനീങ്ങളെ പറ്റിച്ചു എന്നാ. എന്നാൽ അവരൊന്ന് മനസ്സിലാക്കിക്കോട്ടെ, അവര് സ്വയം പറ്റിക്കപ്പെടുകയാണ്, സ്വയം വഞ്ചിതരായിരിക്കുകയാണ്. ആരെയാണ് ഈ പറ്റിക്കുന്നത്? ചില ചങ്ങാതിമാര് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുമ്പോൾ പാന്റ് മടക്കി വെക്കുകയാണ്. എന്തേ? പടച്ചോന്റെ മുമ്പിൽ നിൽക്കുമ്പോ എങ്ങനെ പറ്റുള്ളൂ? നിസ്കാരം കഴിഞ്ഞാലോ സോക്സും ഷൂവും ഇടുന്ന കൂട്ടത്തിൽ, ചെരുപ്പിടുന്ന കൂട്ടത്തിൽ കയറ്റി വെച്ചത് അവൻ താഴേക്ക് ഇറക്കിയിട്ടു. ഇതെന്തൊരു ദീനാണ്? ഇതെന്തൊരു ഇസ്ലാമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷനോട് നിസ്കരിക്കുമ്പോൾ മാത്രം നിന്റെ ഉടവസ്ത്രം നെരിയാണിക്ക് നിരയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണോ പറഞ്ഞത്? നിസ്കരിക്കുമ്പോ മാത്രം നിങ്ങളുടെ പാന്റും തുണിയൊക്കെ നെരിയാണിക്ക് മുകളിലാവണം. അത് കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമില്ലാന്ന് എവിടെയെങ്കിലും ഒരു ഹദീസിലുണ്ടോ? എന്താ ഇങ്ങനെ ചെയ്യുന്നത് പലരും? എന്തേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്? കുറ്റബോധം അവന്റെ മനസ്സിലുണ്ട്. എന്റെ വസ്ത്രം ശരിയല്ല എന്നൊരു തോന്നൽ. അതുകൊണ്ടാണല്ലോ അത്രയെങ്കിലും കുറ്റബോധമുള്ളവനാ സ്വഫിൽ വന്ന് നിൽക്കുമ്പോ ഒന്ന് കയറ്റാൻ തയ്യാറാണ്. ചിലർ അതിനും തയ്യാറില്ല. ചിലരിങ്ങനെ വലിച്ചയച്ചാ പാന്റും അങ്ങനെ തന്നെയാണ്. ചിലർ പറയും അങ്ങനെയൊക്കെ നോക്കിയപ്പോ പലരും ചോദിക്കണം, 1 ഇഞ്ചിലാ ഇസ്ലാം, 1/2 ഇഞ്ചിലാ ഇസ്ലാം? അതേ സഹോദര, 1/2 ഇഞ്ചിലും 1 ഇഞ്ചിലൊക്കെ തന്നെ സ്വർഗം തീരുമാനിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. ഇസ്ലാമിൽ അങ്ങനെയൊക്കെ തന്നെ. ഹറാമായ, ഇന്നലെ വരെ ഹറാമായ ഒരു പെണ്ണ് ഇന്ന് എനിക്ക് ഹലാലാകുന്നത് അമ്മോശാക്കാന്റെ കൈ പിടിച്ച് അല്ലെങ്കിൽ വലിയന്റെ കൈ പിടിച്ച് അദ്ദേഹം ഏൽപ്പിച്ചു തരുമ്പോ ഞാനത് സ്വീകരിച്ചു എന്ന 1/2 സെക്കൻഡ് നേരത്തൊരു വാക്കുകൊണ്ടാ അന്യ പെണ്ണ് എനിക്ക് ഹലാലായ പെണ്ണാകുന്നത്. അങ്ങനെയൊക്കെ തന്നെ ഇസ്ലാമിലെ നിയമം. 1/2 വാക്കുകൊണ്ട്, 1 വാക്കുകൊണ്ട്, 1 സെക്കൻഡ് കൊണ്ടൊക്കെ ഹറാം ഹലാലാവും. അങ്ങനെ തന്നെയാണ്. അപ്പോ സ്വർഗം നരകമൊക്കെ തീരുമാനിക്കുക 1 ഇഞ്ചും മേലാണോ? എനിക്ക് കിബറൊന്നുമില്ല മൗലവി. ചില ആൾക്കാർ, ചില ചങ്ങാതിമാര് പറയാണ് എനിക്ക് കിബറൊന്നുമില്ല, ഞാൻ അങ്ങനെ തന്നെയാണ്, എനിക്ക് യാതൊരു കിബറും ഇല്ല എന്നാ പറയുന്നത്. കിബറുണ്ടെങ്കിൽ കിബറിന്റെ ശിക്ഷയും കൂടി കിട്ടി എന്നതല്ലാതെ കിബറില്ലാതെ താഴേക്ക് വലിച്ചഴക്കാൻ പാടുണ്ടോ? അതേ നെരിയാണിക്ക് താഴെ വലിച്ചിഴക്കൽ തന്നെയും കിബറാണ്. അത് തന്നെ കിബറ. കിബറോടുകൂടെ കിബർ കാണിച്ചാലോ നരകത്തിലേക്ക് കൂടുതൽ ആഴം. അതെ, മനസ്സിലാക്കിക്കോളിൻ. അതുകൊണ്ട് ഒരാൾ മനസ്സിലാക്കാണ്, ഞാന് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല. എന്നാലും ആളുകളുടെ മുമ്പിലൊക്കെ അങ്ങനെയൊക്കെ നടക്കുമ്പോ, ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോ, നാട്ടിലൊക്കെ ഇറങ്ങിച്ചെല്ലുമ്പോ, എന്താ ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് പാന്റ് മുറിപ്പാന്റ് എന്ന് ചോദിക്കൂലേ എന്ന് വിചാരിച്ച് ഉമ്മാന്റെ അടുത്തേക്ക് എത്തുമ്പോ, പെങ്ങന്മാരുടെ അടുത്തേക്ക് എത്തുമ്പോ, നാട്ടുകാരുടെ അടുത്തേക്ക് എത്തുമ്പോ ചില ചങ്ങാതിമാരിങ്ങനെ ഇറക്കി. വേറെ ചില ചങ്ങാതിമാരെന്ത് ചെയ്യുന്നു? അവര് ഔറത്ത് കാണിക്കാനുള്ള ആവേശം ഇപ്പൊ അതാ എല്ലാവരുടെ കാണുന്നത്. എന്താ? അടിവസ്ത്രത്തിന്റെ ബ്രാൻഡ് കാണണം പോലും ഇപ്പൊ അതാ വലിയ ഫാഷൻ. ചെറുപ്പക്കാരൊക്കെ റുക്കൂഴും സുജൂദൊന്നും ചെയ്യണ്ട, ഒന്ന് നടക്കുമ്പോ തന്നെ എവിടെയാ അവന്റെ പാന്റ് കിടക്കുന്നത്, മുട്ടിന്റെ അവിടേക്ക് താഴ്ന്നിരിക്കുന്നു. വല്ലാത്തൊരു കോലം, എന്തൊരു കോലത്തിലാ. എന്നിട്ട് പറയാണ് എന്റെ അടിവസ്ത്രത്തിന്റെ ബ്രാൻഡ് നെയിം. അതിന് ആളുകൾ കാണണം. മുന്തിയ 750 ജഡ്ഡിയാ ഞാൻ ഇട്ടിക്കണത്, 460 അടിവസ്ത്ര അണ്ടർവെയറാ ഞാൻ ധരിച്ചിരിക്കുന്നത്. ഇത് ആളുകളെ കാണിക്കാൻ വേണ്ടി. മനുഷ്യനാണല്ലോ ഇത്.
ഇങ്ങനെ മനുഷ്യന്മാർ അധപ്പതിച്ചു പോയാൽ, വിശുദ്ധ ഖുർആൻ ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞില്ലേ, ബൽഹും അവൽ, നാക്കാലികളെക്കാൾ മോശമായൊരു വർഗം. അവനവൻ ധരിച്ച അണ്ടർവെയർ കാണിക്കാതിരിക്കാനല്ലേ എല്ലാവരും മനുഷ്യനാണേ നോക്കുക. ഇത് കാണിക്കുക, ഇതിങ്ങനെ ഞെളിയാ നോക്കുന്നുണ്ടോ അവൻ, അല്ലെങ്കിൽ ഒന്ന് കുനിയ, എന്താ ബ്രാൻഡ് നെയിം കാണിക്കാൻ വലിയ വില കൂടിയതാ അകത്തുള്ളത്. ഈ രൂപത്തിലായി സമുദായം പോകുന്നത്. എവിടുക്ക നിസ്കരിക്കാനെന്ന ഒരു മനുഷ്യന്റെ പിന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നാട്ടിലും എല്ലായിടത്തും ഈ ട്രെൻഡ് വ്യാപകമാവുകയാണ്. നിസ്കരിക്കാൻ റുക്കൂയിലേക്ക് പോയാൽ എന്താണ് കൺമുമ്പിൽ കാണേണ്ടി വരുന്നത് എന്ന് ഈ പള്ളിയിൽ ഈ മൈക്കിന്റെ മുമ്പാകെ എനിക്ക് പറയാൻ സാധ്യമല്ല. എന്താ കാണുന്നത്? എന്തേ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്? എന്തേ ആളുകൾക്ക് പടച്ചതമ്പുരാനെ കുറിച്ചൊരു ബോധമില്ലാതെ പോകുന്നത്? അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ മാത്രം ഈ ബോധം പോരാ, ജീവിതത്തിലുടനീളം അത് വേണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് നമസ്കാരത്തിലും പുറത്തുമൊക്കെ എന്റെ നാഥൻ നിശ്ചയിച്ച ഇസ്ലാമികമായ നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. ഇതുവരെ വല്ലതും സംഭവിച്ചോ? നിരാശപ്പെടണ്ട, ഏറ്റുപറയൂ റബ്ബിനോട്, മടങ്ങി വരൂ റബ്ബിലേക്ക്. അതേ, ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ എല്ലാ തിന്മകളും റബ്ബിലേക്ക് ഏറ്റുപറയലാണ്, കുറ്റസമ്മതം നടത്തലാണ്. എന്നിട്ട് അല്ലാഹുവേ, ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പടച്ചതമ്പുരാനോട് ഏറ്റുപറയലാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതം ശുദ്ധമാക്കും ഞാൻ എന്ന് പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറയലാണ്. അങ്ങനെ നല്ല രൂപത്തിൽ അങ്ങ് ജീവിച്ചാൽ പടച്ചറബ് പൊറുക്കുന്നവനാണ്. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മ വന്നിട്ട്, റബ്ബെ പറ്റിപ്പോയി എന്ന ബോധോദയം വന്നിട്ട്, അതേ മനസ്സിന്റെ ഏറ്റവും വലിയ വേദന തന്റെ നാഥന്റെ മുമ്പിൽ അങ്ങ് പറഞ്ഞാൽ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കുന്നവൻ അല്ലാഹയല്ലാതെ ആരുണ്ട്? അല്ലാഹയല്ലാതെ ആരാ പാപം പൊറുക്കുന്നവനുള്ളത്? അള്ളാന്റെ ചോദ്യം. പാപമോചനത്തിന് അള്ളാഹിനോടാണ് തേടേണ്ടത്, തൗബ റബ്ബിനോടാണ് തേടേണ്ടത്. അതേ, ഇന്നതാ പല സ്ഥലങ്ങളിലും നമ്മുടെയൊക്കെ നാടുകളിൽ അതേ മൈതാനത്തേക്ക് ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് യാ റസൂലല്ലാഹ് പൊറുക്കണേ എന്ന് തേടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് തേടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ചുകൊണ്ട് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു, നബിയേ, ധാരാളക്കണക്കിന് പാപങ്ങൾ, ഒരുപാട് പാപങ്ങൾ എന്നിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. നബിയെ, പൊറുത്തു തരണേ. അങ്ങയോടല്ലാതെ എനിക്ക് അന്യായം പറയാനില്ല, അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു എന്ന് അതേ വീടുകളിൽ വെച്ചും മൈതാനങ്ങളിൽ വെച്ചും പലയിടത്ത് വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് പഠിപ്പിച്ചു തരികയാണ്, വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കുന്നവൻ അല്ലാഹയല്ലാതെ ആരുണ്ട്? അള്ളാഹുന്റെ റസൂല് ഈ ലോകത്തിന് ആദ്യം ജിബ്രീലിൽ നിന്ന് കേട്ട് ഓതിത്തന്നില്ലേ, പാപം പൊറുക്കുന്നവൻ അല്ലാഹയല്ലാതെ ആരുണ്ട്? ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഞാനുണ്ടെന്ന് പറയാൻ ആർക്കാ കഴിയാ? ഞാനുണ്ട് പാപം പൊറുക്കാൻ, എന്നോട് തേടിക്കോളൂ പാപമോചനത്തിന് വേണ്ടി എന്ന് പറയാൻ ധൈര്യപ്പെട്ടവരാരാ ഉള്ളത്? ആർക്കും അതിന് ധൈര്യമില്ലല്ലോ, ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. മഹാനായ ആദം അലൈഹിസ്സലാമിന്റെ കാലത്തതാ അവിടുന്ന് നബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് സ്വർഗലോകത്ത് വെച്ച് ഒരബദ്ധം സംഭവിച്ചപ്പോൾ മഹാനായ ആദം അലൈഹിസ്സലാമും മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹയും എന്താണ് ചെയ്തത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളോട് അരുതാത്തൊരു ചെയ്തു പോയിരിക്കുന്നു. നീ പൊറുക്കണം, നീ അനുഗ്രഹിക്കണം. നിന്റെ അനുഗ്രഹവും നിന്റെ പൊറുക്കലും ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടുമല്ലോ. ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ അള്ളാഹുവിനോട് തേടുന്നു. സർവപ്രവാചകന്മാരും അതേ സർവമഹാന്മാരും എല്ലാവരും ആ പാത പിന്തുടരുന്നു. ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും അതവർ നിലനിർത്തിപ്പോരുന്നു. ഒരു ഘട്ടത്തിലും റബ്ബിനോടല്ലാതെ പൊറുക്കൽ തേടുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവോ അവന്റെ റസൂലോ പഠിപ്പിച്ചു തന്നിട്ടില്ല. നമുക്ക് ദിനേന എത്ര ദിക്റുകളുണ്ട്, രാവിലെ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചൊല്ലാനുള്ള ദിക്റുകളില്ലേ? ഏതെങ്കിലും ഒരു ദിക്റുകളിൽ യാ റസൂലല്ലാഹ് ഇഗ്ഫിർലി, അല്ലാഹുവിന്റെ റസൂലേ അങ്ങെന്നോട് പൊറുക്കണേ എന്നൊരു പ്രാർത്ഥനയില്ല. നബി തങ്ങൾ അത് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന് വേണ്ടി തേടുമ്പോൾ തേടുന്നവൻ ഉണ്ടായിരിക്കേണ്ട ഗുണം
തേടേണ്ടത് റബ്ബിനോട് മാത്രമായിരിക്കണം. അല്ലാത്തവരോട് തേടിയാൽ അവന്റെ തൗബ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, ശാശ്വതമായ നരകത്തീയിൽ തന്നെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഓർക്കുക, തൗബയുടെ മാസത്തിൽ ഞാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയോ, ഞാൻ എന്റെ റബ്ബിലേക്ക് ഏറെ ശ്രദ്ധയോടുകൂടെ പൊറുക്കലിനെ തേടിയോ, ഓരോരുത്തരും ചോദിക്കണം. പിന്നെ പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന് വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തിന്മകൾ ഒരു സാഹചര്യത്തിലും ഒരു സ്ഥലത്തും ജീവിച്ചാൽ തിന്മകളിൽ തന്നെ മുഴുകുകയാണെങ്കിൽ ആ സ്ഥലം വിടണം എന്നാണ്. ആ സ്ഥലം വിടണം. ഒരു പ്രത്യേകമായൊരു നിയമമാണത്. നമ്മൾ മനസ്സിലാക്കണം. ഒരു കൊടും ഭീകരന്റെ ഒരു കഥ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അയാൾ 99 ആളെ കൊന്നു. കേട്ട ചരിത്രമായിരിക്കും, ചുരുക്കി പറയാൻ. 99 ആളെ കൊന്ന ഒരു മനുഷ്യൻ. അയാൾ ഒരു പണ്ഡിതനെ സമീപിച്ചിട്ട് ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നര പാപിയാ, കൊടും പാപിയാണ്, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് മടങ്ങാൻ പറ്റും? അയാൾ മടങ്ങണമെന്ന് വിചാരിച്ചിട്ടാ. അയാൾ ഇനിയൊന്ന് നന്നാവണം, ഇനിയെങ്കിലും ഒന്ന് നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ഈ പണ്ഡിതനെ സമീപിച്ചത്. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു, 99 എണ്ണത്തെ വെട്ടി നുറുക്കിയ നിനക്കൊക്കെ എന്ത് തൗബയാണോ, എനിക്കൊന്നും തൗബല്ല, അങ്ങനെ പറയരുതായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ അഭിപ്രായം പറയാൻ ഒരാൾക്കും അർഹതയില്ലല്ലോ, പാടില്ലല്ലോ. അള്ളാഹുവിന്റെ ആശ, പ്രത്യേകമായ അവന്റെ റഹ്മത്തിനെ കുറിച്ച് പ്രത്യേകമായി പ്രോത്സാഹനം നൽകേണ്ടതിന് പകരം ഇദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞുപോയത്. ഈ വ്യക്തി എന്ത് ചെയ്തു? ഈ ദേഷ്യം കാരണത്താൽ അയാളെയും കൂടെ അങ്ങോട്ട് കൊന്നിട്ട് 100 എണ്ണം തികച്ചു. ഞങ്ങളും കിടക്കട്ടെ എന്നും പറഞ്ഞ ആ രോഷം കൊണ്ട്, ഏതായാലും ഞാൻ കൊടുംപാപിയ, എനിക്കിനി തൗബല്ലല്ലോ, കിടക്കട്ടെ. അദ്ദേഹം അയാളെ കൂടി കൊന്നു. 100 ആളെ അയാൾ കൊന്നു. 100 ആളെ കൊന്നതിന്റെ ശേഷം അയാളുടെ മനസ്സിൽ പിന്നെയും കുറ്റബോധം. മറ്റൊരാളോട് അദ്ദേഹം ചോദിച്ചു, അല്ല, എനിക്ക് പാപമോചനമുണ്ടോ? ഞാൻ 100 പേരെ കൊന്നവനാണ്, ഇനി എനിക്ക് തൗബയുണ്ടോ? നല്ലവനായ ഒരു പണ്ഡിതനെയാണ് അദ്ദേഹം സമീപിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, നിങ്ങൾക്ക് തൗബണ്ട്. മനസ്സിന് ആശ്വാസമായി, മനസ്സിന് വല്ലാത്തൊരാശ്വാസമായി. ആ സന്ദർഭത്തിൽ ഈ വ്യക്തി, മഹാനായ മനുഷ്യൻ ഇദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ ഇന്നൊരു പ്രദേശത്തേക്ക് പോകണം. ഏത് പ്രദേശത്തേക്കാ നിങ്ങൾ പോകേണ്ടത്? ഇൻതലിഖ് ഇലാ അർളി കദാ വകദാ. അല്ലയോ സഹോദരാ, നിങ്ങൾക്ക് തൗബയുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന പ്രദേശത്തേക്ക് പോകണം. എന്താണ് ആ നാട്ടിന്റെ പ്രത്യേകത? എന്താണ് നിങ്ങൾ പോകേണ്ട നാട്ടിന്റെ പ്രത്യേകത എന്താണ്? ഫഇന്ന ബിഹാ ഉനാസ. ആ നാട്ടിൽ കുറെ നല്ലവരായ മനുഷ്യന്മാരുണ്ട്. യഅ്ബുദൂനല്ലാഹ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുവഹിദീങ്ങളായ നല്ലവരായ മനുഷ്യന്മാരുള്ള ഒരു നാട്ടിലേക്ക് നിങ്ങൾ ഇവിടുന്ന് പോകണം. ഫഅ്ബുദില്ലാഹ മഅഹും. എന്നിട്ട് അവരോട് കൂടെ പോയിട്ട് ആ നാട്ടുകാരിൽ ഒരാളായി ജീവിച്ചിട്ട് അവരുടെ കൂടെ നിങ്ങൾ ജീവിച്ച് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൗബയുണ്ട്. മാത്രമല്ല, പിന്നെ അദ്ദേഹത്തോട് പറയാണ്, വലാ തർജി ഇലാ അർളിക. നിങ്ങളുടെ പഴയ നാട്ടിലേക്ക് നിങ്ങൾ ഒരിക്കലും ഇനി തിരിച്ചു വരരുത്, പഴയ മണ്ണിലേക്ക് ഇനി മടങ്ങി വരരുത്. ഫഇന്നഹാ അർദു സൂ. അത് വളരെ മോശപ്പെട്ട മണ്ണാണ്. നിങ്ങൾ ജീവിച്ച മണ്ണുണ്ടല്ലോ, നിങ്ങൾ ജീവിച്ച ആ സാഹചര്യം ഉണ്ടല്ലോ, തിന്മക്ക് നിങ്ങളെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട് അവിടെ. അതുകൊണ്ട് നിങ്ങളുടെ തൗബ പൂർണ്ണമാകാൻ, നിങ്ങൾക്ക് പൂർണ്ണമായി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണ്? ആ നാട് നിങ്ങൾ വിടണം. നല്ല ആളുകളുടെ കൂട്ടേക്ക് താമസം മാറ്റണം. പഴയ സ്ഥലത്തേക്ക് ഇനി മടങ്ങരുത്. പ്രവാസികളായ എന്റെ സഹോദരങ്ങളോട് സാന്ദർഭികമായിട്ട് പറയണം. പല ആളുകൾക്കും അറിയാം ഞാൻ ചെയ്യുന്നത് ഹറാമാണ്. പല സഹോദരങ്ങൾക്കും അറിയാം ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാമാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹറാമാ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹറാമാ. നന്നാവണം എന്നുണ്ട് മൗലവി, നന്നാവണമെന്ന് ആശയുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ? സാഹചര്യം അങ്ങനെ ആയി പോയി എത്രയോ ആളുകൾ പറയുന്നുണ്ട്. ഞാൻ താമസിക്കുന്ന റൂം അങ്ങനെയാണ്, എന്റെ റൂമിലെ കൂട്ടുകാരങ്ങനെയാണ്, എന്റെ റൂമിൽ താമസിക്കുന്ന മറ്റുള്ളവരൊക്കെ അങ്ങനെയാണ്. ഈ രൂപത്തിൽ ആളുകൾ ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കുക. എന്താണ് പാഠം പഠിക്കേണ്ടത്? നിങ്ങൾ പാഠം പഠിക്കേണ്ടത് എന്താണ്? തിന്മയുള്ള റൂമിൽ നിന്ന് മാറിപ്പോകണം. നിങ്ങൾ നോക്കൂ, 100 പേരെ കൊന്നവനായ, വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ, ആവശ്യക്കാർ വാങ്ങിക്കോളൂ. ഈ സംസാരം ഞാൻ വെറുതെ പറയല. പിന്നെ വെള്ളം അവിടെ നിർത്തി വയ്ക്കും, പോകുമ്പോൾ ആളുകൾ കുടിച്ചോളൂ. കുറച്ചു നേരം ആളുകളൊന്ന് ദാഹം സഹിച്ചാൽ ഞാനും ദാഹിക്കുന്നുണ്ടല്ലോ, അപ്പൊ വെള്ളം കൊടുത്താൽ ഞാൻ ഇങ്ങനെ പറയലാവും. ഇതൊരു ചടങ്ങല്ല.
ഇതൊരു നമ്മൾ പ്രസംഗം സംഘടിപ്പിച്ചു എന്ന് പറയാനുള്ള ഒരു ചടങ്ങല്ല. എല്ലാവരും ശാന്തരായിരുന്ന് കേൾക്കുക. കുറച്ചു നേരം ദാഹിച്ചാലും എനിക്ക് കൂലുണ്ട്. എനിക്കും നല്ല ദാഹമുണ്ട്, ഞാൻ കുടിക്കണില്ല. നിങ്ങളെ കൊപ്പേ കുടിക്കുള്ളൂ. അള്ളാഹു നമുക്കൊക്കെ നാളെ പരലോകത്ത് ദാഹം തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ ശ്രദ്ധിക്കാം. വളരെ പ്രയാസത്തോടുകൂടിയാ സംസാരിക്കണം. എന്നാലും ഒരു പുണ്യരാത്രിയല്ലേ. നമുക്ക് പല കാര്യങ്ങളും ഞാനടക്കം എല്ലാവരുടെയും നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാനുള്ള കാര്യമാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, തിന്മയുടെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ കഴിയണമെങ്കിൽ ആ തിന്മയുടെ സാഹചര്യങ്ങളോടും വിട പറയാൻ നമുക്ക് സാധിക്കണം. തിന്മയുടെ സാഹചര്യങ്ങളോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. തിന്മ വിളയാടുന്ന റൂമിൽ താമസിക്കരുത്. നിങ്ങൾ നോക്കൂ, 100 പേരെ കൊന്ന മനുഷ്യനോട് തൗബയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ ആ റൂമിൽ തന്നെ, ആ നാട്ടിൽ തന്നെ താമസിച്ച് തൗബ ചെയ്തോ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ ഹദീസിൽ നിന്ന് പാഠം പഠിക്കണം. ഈ ഹദീസിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. നിങ്ങൾ ആ റൂമിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് തൗബ ചെയ്തോളൂ എന്നല്ല പറയുന്നത്. നിങ്ങൾ ഈ നാട് വിട്ടു പോകണം. അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്, അവരുടെ കൂടെ നിങ്ങൾ പോകണം. അതേ, നല്ലവരോട് നിങ്ങൾ സഹവാസം തുടങ്ങണം. അതേ, മോശപ്പെട്ട നിങ്ങളുടെ പഴയ ചുറ്റുപാടിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകരുത്. സിഗരറ്റ് വലിച്ചിങ്ങനെ പരിചയമുള്ള ഒരുത്തന് സിഗരറ്റ് വലിക്കുന്നവന്റെ അടുത്ത് പോയി എന്നാ പൂതി തോന്നും അല്ലെ? എനിക്കും വേണം. കുടിയൻ, കുടിച്ച് പൂസായ മനുഷ്യൻ അതിൽ നിന്ന് ഒഴിവാകാൻ സാഹചര്യങ്ങൾ സമ്മതിക്കൂല. തിന്മയുടെ സാഹചര്യത്തിൽ നിന്ന് വിടവാങ്ങാൻ കഴിയണം. ചീത്തയായ കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറിപ്പോകണം. നല്ലവരോടുകൂടെ ചേരണം. അല്ലെങ്കിൽ വീണ്ടും തിന്മയിലേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് തിന്മ വരാതിരിക്കാൻ വളരെ പ്രധാനമായ മനഃശാസ്ത്രപരമായ ഒരു ചികിത്സ കൂടിയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ഈ സംഭവത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. തിന്മ വിളയാടുന്ന സാഹചര്യമാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളോട് പെട്ടെന്ന് വിട പറയണം. എന്നിട്ട് അള്ളാഹുവിനോട് ഇനി ഞാൻ മാറാൻ തയ്യാറാവുകയാണ്. അവിടെ നിന്നാ ശരിയാവില്ല, അവരുടെ കൂടെ ജീവിച്ചാൽ ശരിയാവില്ല, അവിടെ നിന്നാ ഇനിയും ഞാൻ പാപിയായി പോകും. അതുകൊണ്ട് നല്ലവരുടെ കൂടെ ചേരുക. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽഗദാതി വല്ലശീ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർത്താ. വെള്ളിയാഴ്ച തോറും പാരായണം ചെയ്യുന്ന അൽ കഹ്ഫ് സൂറത്തിലൂടെ അല്ലാഹു പറയുന്നു, പടച്ചതമ്പുരാനോട് മനമുരുകിക്കൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അതേ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന അതേ നല്ലവരായ ആളുകളുടെ കൂടെ നിന്റെ മനസ്സിനെ നീ ബന്ധിച്ച് നിലനിർത്തിക്കോ. സഹിച്ച് അവരുടെ കൂടെ തന്നെ കഴിഞ്ഞോ. അവരുടെ കൂടെ ദുനിയാവ് കുറവായേക്കാം, സമ്പത്ത് കുറവായേക്കാം, സ്വാധീനം കുറവായേക്കാം. എന്നാലും നല്ലവരുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകണ്ട. ചീത്തയായ ആൾക്കാരെടുത്ത് ഒരുപാട് പണം ഉണ്ടാവും, ഒരുപാട് സൗകര്യം ഉണ്ടാവും, അവന്റെ കൂടെ കൂടിയ ദുനിയാവ് ഒരുപാട് കിട്ടിയേക്കും. വേണ്ടടോ, എന്തിനാ ദുനിയാവ്? എന്തിനാ അങ്ങനത്തെ ദുനിയാവ്? നീ നിന്റെ റബ്ബിനെ മാത്രം അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് വലാത്തുതി നീ അനുസരിച്ചു പോകരുത്. മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മെക്കുറിച്ചുള്ള ഓർമ്മയില്ലാത്ത തെമ്മാടികളുടെ കൂടെ കൂടിപ്പോകരുത്. അതേപോലെ തന്നെ അവന്റെ സ്വഭാവം വത്തബഅ ഹവാ, തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുന്ന തെമ്മാടിയാണവൻ. അത്തരക്കാർക്ക് എന്ത് തന്നെ ദുനിയാവുണ്ടെങ്കിലും അവരുടെ കൂടെ കൂടണ്ട. മറിച്ച് നീ ഒരു പ്രയാസം എത്ര നീ സഹിക്കേണ്ടി വന്നാലും നിന്റെ മനസ്സിനെ നീ സബറോടുകൂടി, സഹനത്തോടുകൂടി നീ കൂട്ടുകെട്ട് നിലനിർത്തിക്കോ. ആരുടെ കൂടെ? മഅല്ലദീന യദഊന റബ്ബഹും ബിൽഗദാതി വല്ലശീ യുരീദൂന വജ്ഹഹു, പടച്ചതമ്പുരാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബിനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്ന പല്ലവരായ ആളുകളില്ലേ, അവരുടെ കൂടെ സഹിച്ചു കഴിഞ്ഞോ. അതാണ് നിനക്ക് നല്ലതെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് നമുക്ക് വേണ്ടത്. അതിന് നല്ലവരുടെ കൂടെ കൂടണം. തിന്മയിൽ നിന്ന് തൗബ ചെയ്യുമ്പോ ആവശ്യമുള്ള കാര്യമായി പറയുന്നത്. നിങ്ങൾ വിചാരിക്കും, എന്ത്, ഞാൻ ഇനി കാണൂല, ഇനി ഞാൻ കേൾക്കൂല. എത്ര റൂമുകളിലാണ് വളരെ മോശപ്പെട്ട സംസ്കാരങ്ങൾ. രാവേറെ ചെന്നിട്ടും അശ്ലീലങ്ങൾ കണ്ടിരസിക്കുന്ന യുവാക്കൾ, യുവതികൾ.
മോശപ്പെട്ട രംഗങ്ങളിലേക്ക് അവനവന്റെ മിനി സ്ക്രീനിലൂടെ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലൂടെ അവനവന്റെ സ്വകാര്യ റൂമുകളിൽ ഇരുന്നു കൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ഹറാമായ രംഗങ്ങളിലേക്ക് മനുഷ്യനെ വശീകരിക്കാൻ ഇബ്ലീസിന്റെ സർവ്വരൂപത്തിലുള്ള പ്രവർത്തനങ്ങളും വിളയാടിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാതിരുന്നാൽ പ്രിയമുള്ളവരെ സാധിക്കില്ല. ഈമാനികമായൊരു കരുത്ത് നമുക്ക് വേണം, ഈമാനികമായൊരു കരുത്ത് വേണം. അതെ, ഏത് തിന്മയിലേക്ക് വിളിക്കുമ്പോഴും ഇന്നി യഖാഫുല്ലാ, ഞാൻ അള്ളാനെ ഭയപ്പെട്ടിട്ട, ബാപ്പാനെ ഭയപ്പെട്ടിട്ടല്ല, ഉമ്മയെ ഭയപ്പെട്ടിട്ടല്ല, എന്റെ റൂമിലുള്ള മറ്റുള്ളവർ കാണുമോ എന്ന് പേടിച്ചിട്ടല്ല, ആരുമറിയുമെന്ന് പേടിച്ചിട്ടല്ല. ആരുമറിയില്ലെങ്കിലും ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് നിന്നെ പതിയിരുന്ന് അതേ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ കാണാതെ ഒന്നും കഴിയില്ല, അവൻ കേൾക്കാതെ ഒന്നും നടക്കില്ല. സർവ്വ സെക്കൻഡിലും അവൻ നിന്റെ കൂടെ തന്നെ അതേ നിന്നെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു. ആ ബോധത്തോടെ റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. അതാ തൗബ, അതാണ് തൗബ. ഉള്ളിന്റെ ഉള്ളിന്ന് വരേണ്ടതാ തൗബ, ഉള്ളിന്റെ ഉള്ളിന്ന് വരണം. പടച്ചോനെ പറ്റിപ്പോയി, ജീവിതത്തിൽ ഇനി ഞാൻ അങ്ങനെ ഹറാമുകളിലേക്ക് പോകൂല, അങ്ങനെ തീരുമാനിച്ചിട്ട് ജീവിതം നന്നാക്കുക. ഇനി പറ്റിപ്പോയതൊക്കെ പുറത്തു തരണേ. നിരന്തരം ഒറ്റക്കിരുന്ന് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റക്കിരുന്ന് ചോദിക്കുമ്പോ എന്താ റബ്ബേ എന്റെ സ്ഥിതി, എന്റെ കൂട്ടുകാരൊക്കെ എവിടെ പോയി, എന്റെ കൂട്ടുകാരൊക്കെ എവിടെ പോയി? പലരുമുണ്ടായിരുന്നല്ലോ എന്റെ നാട്ടിൽ, പലരുമുണ്ടായിരുന്നല്ലോ ഈ പ്രവാസ ലോകത്ത്, പലരുമുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ റമദാനിൽ. ഇന്ന് പലരെയും കാണാനില്ലല്ലോ. എവിടെ പോയി അവരൊക്കെ? അതേ, ഞാനും പോകേണ്ടവനല്ലേ? അവർക്കിനി പ്രവർത്തിക്കാൻ നേരമുണ്ടോ, സമയമുണ്ടോ? എനിക്കും ഇനി സമയം കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. റബ്ബേ, ഞാനിതാ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു, എന്റെ തൗബ സ്വീകരിക്കണേ. നിരന്തരമായി നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. അതാണ് തൗബ. അതേ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും വല്ലതും ഇടപാടുകൾ കൊടുത്തു തീർക്കാനുണ്ടോ? ആരോടെങ്കിലും വല്ല കണക്കുകളും തീർക്കാനുണ്ടോ? സാമ്പത്തികമായി വല്ലവർക്കും കൊടുത്തു വീട്ടാനുണ്ടോ? അതേ, ഇടപാടുകൾ വല്ലതും അടിമകളും തമ്മിലുള്ള വല്ലതും ബാക്കിയുണ്ടോ? എങ്കിലെന്ത് ചെയ്യണം? പടച്ചോനെ, ഞാൻ അവന്റെ കുറച്ച് പൈസ കട്ടെടുത്തിട്ടുണ്ട്, പുറത്തു തരണം. കാര്യമില്ല. അതേ, കൊടുക്കാനുള്ളവർക്ക് കൊടുത്തോളണം. ആരോടെങ്കിലും അപമാനിച്ചിട്ടുണ്ടോ? അതേ, ഞാനൊരുത്തനെ ജനമധ്യത്തിൽ അപമാനിച്ചിട്ടുണ്ട്, ഞാനൊരുത്തനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഞാനൊരുത്തനെ തല്ലിയിട്ടുണ്ട്, ഞാനൊരുത്തന്റെ ധനം കവർന്നിട്ടുണ്ട്, ഞാനൊരു രക്തം ചിന്തിയിട്ടുണ്ട്, ഞാൻ ആരുടെയെങ്കിലും അതിർത്തി തർക്കത്തിൽ ഏർപ്പെട്ടിട്ട് സർവേക്കല്ല് മാറ്റിക്കുത്തിയിട്ട് ഒരിഞ്ച് ഭൂമിയെങ്കിലും അയൽക്കാരന്റെ ഒരു തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതേ, തിരിച്ചു കൊടുക്കാതെ തൗബയില്ല. നാളെ മഹ്ശറിലെത്തുമ്പോൾ അവിടെ മണ്ണ് പകരം കൊടുക്കാനില്ല, പണം പകരം വാങ്ങില്ല. നമ്മുടെ നിസ്കാരത്തിന്റെ കൂലിയാ കൊടുക്കുന്നത്. അതേ, പ്രയാസപ്പെട്ടെടുത്ത നോമ്പിന്റെ കൂലിയാ അവന് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കാനുള്ളവർക്കൊക്കെ പരലോകത്ത് വെച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ അവിടെ വെച്ച് കൊടുക്കേണ്ടി വരുന്നത് പ്രയാസം സഹിച്ച് നമ്മൾ നിസ്കരിച്ച നിസ്കാരമാണ്, നോമ്പാണ്, ഹജ്ജാണ്, സക്കാത്താണ്, നമ്മുടെ സൽക്കർമ്മങ്ങളാണെന്ന് വന്നാൽ ഒരു സുബ്ഹാനല്ലാഹ് കൂടി ആരെങ്കിലും ചൊല്ലിയത് എനിക്ക് കിട്ടുമോ എന്ന് മനുഷ്യൻ കൊതിക്കുന്ന ലോകത്ത് അവനവന്റെ നിസ്കാരം പോലും മറ്റുള്ളവന്റെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെടുന്ന ദുനിയാവിലെ അതേ ആഖിറത്തിന്റെ സ്ഥിതി അങ്ങനെയാണെന്ന് വന്നാൽ, പ്രിയമുള്ള സഹോദര, അവിടെ വെച്ച് തിരിച്ചു വന്ന് ഇനിയും നിസ്കരിച്ചു പോകാൻ നേരമുണ്ടോ? ഇല്ല. അതുകൊണ്ട് കണക്ക് തീർക്കണം. ഇവിടുന്ന് കണക്ക് തീർക്കണം. ആരോടും കറ വേണ്ട, ആരോടും മനസ്സിൽ ഒരു നിലക്കുള്ള പകയും വിദ്വേഷവും വേണ്ട. എല്ലാവരോടും മനസ്സ് ക്ലിയർ ആവുക. ആരോടും വിദ്വേഷം വേണ്ട. ഒരാളെയും കണ്ടാ മുഖം തിരിക്കണ്ട. ആരെയും കണ്ടിട്ട് ഞാൻ അവനോട് മിണ്ടൂല, ഞാൻ അവനോട് സലാം പറയൂല എന്നൊരു ധാരണ ആർക്കും വേണ്ട. അവനവന്റെ മനസ്സ് ക്ലിയർ ആക്കുക. അവനവൻ ശുദ്ധമായിട്ട് ഇങ്ങോട്ടുള്ള നിലപാടിൽ പിന്നെയും ആരെങ്കിലും അയവരുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ദോഷം അയാൾക്കെന്നതല്ലാതെ നമുക്കതുകൊണ്ടൊരു ദോഷവും വരാനില്ല. അതുകൊണ്ട് ക്ലിയർ ആയിക്കൊണ്ട്, മനസ്സ് വളരെ ക്ലിയർ ആയിക്കൊണ്ട് അല്ലാഹുവിനോട് ജീവിതത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞത് എന്തുമാകട്ടെ ഒരു പടപ്പിനോടും പറയണ്ട, ഒരു പടപ്പിനോടും നിങ്ങളുടെ പാപങ്ങൾ പറയണ്ട. അള്ളാനോട് പറയും. പടപ്പുകളോട് പറയേണ്ടതുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ടവർ ഹയാത്തിലുണ്ടെങ്കിൽ അവരോട് പറയാ, നിങ്ങളെ ഞാൻ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുമായിട്ട് ഞാൻ കുറെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, മാപ്പാക്കണം എന്നോട് എന്ന് പറഞ്ഞൊരു പൊരുത്തപ്പെടിക്കൽ അതാവശ്യമാണ്. അതേ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും
നമ്മൾ തയ്യാറായി കഴിഞ്ഞാലേ സമ്പൂർണമായി തൗബയായി മാറുകയുള്ളൂ. ആ നിലക്കുള്ള ഒരു പശ്ചാത്താപമാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുങ്ങി തയ്യാറാവേണ്ടത്. അത് ചെയ്തവർക്കേ സ്വർഗമുള്ളൂ, അത് ചെയ്തവർക്കേ നരകമോചനമുള്ളൂ, അത് ചെയ്തവർക്കേ ശാശ്വതമായ സമാധാനമുള്ളൂ. അതിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ തയ്യാറെടുപ്പാണ് പ്രിയമുള്ളവരെ ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരും നിർവഹിക്കേണ്ടത്. എന്തിനു വേണ്ടി റബ്ബുൽ ആലമീൻ ഇത് ആവശ്യപ്പെടുന്നു? എന്തിനായി ഇവിടുന്ന് തന്നെ പറയുന്നത്? നിങ്ങൾ തൗബ ചെയ്തോളിൻ, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ ചോദിച്ചോളൂ. ഏത് കൊടും ഭീകരനാണെങ്കിലും പാപിയാണെങ്കിലും ഞാൻ പൊറത്തു തരാമെന്ന് എന്തിനാ അല്ലാഹ് പറയുന്നത്? ആരും നാളെ മഹ്ശറിൽ വെച്ച് റബ്ബിനോട് പറയാൻ ഇടവരരുത്. എന്തു പറയാൻ? അൻ തഖൂല നഫ്സുൻ യാ ഹസറതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുന്തു ലമിനസ് സാഖിരീൻ ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലീ കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. ഇവിടെ വെച്ച് തന്നെ തൗബ ചെയ്തോ മനുഷ്യ. മരണത്തിന്റെ മുമ്പേ കരഞ്ഞു പറഞ്ഞോ, റബ്ബിലേക്ക് മടങ്ങിക്കോ, റബ്ബിനോട് തൗബ ചെയ്തോ, നിരന്തരമായി തേടിക്കോളൂ, മരണത്തിന്റെ മുമ്പേ പശ്ചാത്തപിച്ചോളൂ എന്നെന്തിനാ അല്ലാഹ് പറയുന്നത്? മഹ്ശറിൽ വന്നിട്ടൊരാളും പറയരുത് എന്റെ സങ്കടമേ, ഞാൻ എന്റെ സമയം നഷ്ടപ്പെടുത്തിയവനാണ്, അതേ ഞാൻ ചെയ്യേണ്ടത് പലതും ചെയ്യാത്തവനാണ്, റബ്ബേ ഒരവസരം കൂടി നീ എനിക്ക് തരുമോ? എനിക്ക് ദുനിയാവിലേക്കൊരു മടക്കം തന്നാൽ, ലൗ അന്നലീ കറതൻ ഒരു തിരിച്ചു പോക്കിന് നീ ചാൻസ് തന്നാൽ, ഫഅകൂന മിനൽ മുഹ്സിനീൻ ഞാൻ നന്മ ചെയ്തവനായിക്കൊണ്ട് ജീവിച്ചോളാമെന്ന് മഹ്ശറിൽ വെച്ച് പറയാൻ ഇടവരാതിരിക്കാനാണ് ഇവിടെ വെച്ചേ പറയുന്നത്. മരണത്തിന്റെ മുമ്പേ തൗബ ചെയ്തോളൂ. മരണത്തിന്റെ മുമ്പ് ചെയ്യാൻ മരണനേരത്തും പറയുകയാണ്, മരണത്തിന്റെ മാലാഖയോട് പറയുകയാണ്, ഒന്ന് പിന്തിച്ചു തരാൻ പറയുമോ, ഒന്ന് പിന്തിച്ചു തരുമോ റബ്ബേ എന്ന് തേടുകയാണ്. ആരാണത് തേടാത്തത്? ആരാണത് ആഗ്രഹിക്കാത്തത്? പക്ഷേ ഒരു മടക്കം നമുക്കില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനി റമദാനിന്റെ ഏറ്റവും അസുലഭമായ സമയങ്ങളായി ഇനിയും വരാനുള്ളത്. ഏറെ തപിക്കുന്ന മനസ്സുമായി ചുടുകണ്ണീര് നമ്മുടെ കണ്ണുകളിൽ നിന്നൊഴുകട്ടെ. ഒറ്റയ്ക്കിരുന്ന് റബ്ബിനോട് നിങ്ങളുടെ ഇന്നലകളിൽ, എന്റെ ഇന്നലകളിൽ എന്തൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ഏറ്റുപറഞ്ഞാൽ, കുമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും ആരുണ്ടെനിക്കിന്നെന്റെ റബ്ബല്ലാതെ എന്നും പറഞ്ഞിനി കേഴണം വല്ലാതെ. എന്റെ റബ്ബേ, നീയല്ലാതെ ആരാ എനിക്കുള്ളത്? എനിക്ക് നിന്നോടല്ലാതെ ആരോടാ പറയാനുള്ളത്? എന്നെക്കുറിച്ച് നീയല്ലേ അറിവുള്ളവൻ. പറ്റിപ്പോയതാണ് ഈ സെക്കൻഡ് വരെ എന്തെല്ലാം ചെയ്തു എന്ന് റബ്ബേ നീയല്ലേ അറിയുന്നത്. അത് നീ റിക്കാർഡാക്കിയില്ലേ റബ്ബേ? നിന്റെ മലക്കുകൾ രേഖപ്പെടുത്തിയില്ലേ റബ്ബേ? അതേ ചെയ്തു പോയ നമ്മൾ മറന്നു. ഇന്നലെ ചെയ്തതെന്താണ് ഇന്ന് നമുക്ക് ഓർമ്മയില്ല. ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് നമുക്ക് ഓർമ്മയില്ല. പടച്ച റബ്ബ് എന്താ പറയുന്നത്? ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ശരിപ്പകർപ്പ് നാം എടുത്തു വെച്ചിട്ടുണ്ട്. ട്രൂ കോപ്പി അതാ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഈ സദസ്സിത ലൈവായി ക്യാമറയിലൂടെ ഒപ്പിയെടുക്കുന്നു, എന്നെ ഒപ്പിയെടുക്കുന്നു, എന്റെ സംസാരം ഒപ്പിയെടുക്കുന്നു. നിങ്ങളുടെ ഇരുത്തവും നിങ്ങളുടെ ചലനങ്ങളും നിങ്ങളുടെ ഹാവഭാവങ്ങളും ഈ ക്യാമറയിൽ പതിയുന്നു. ഇതിനേക്കാൾ സൂക്ഷ്മമായ ഒരു ക്യാമറ കണ്ണുകൾ അതേ നമ്മുടെ കൂടെ ഇല്ലേ? പറയുമ്പോഴില്ലേ? പ്രവർത്തിക്കുമ്പോഴില്ലേ? മായൽ ഫിലുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. രേഖപ്പെടുത്താൻ ആളില്ലാതെ ഒരക്ഷരം ഉരിയാടാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹ് അറിയാതെ, കേൾക്കാതെ, കാണാതെ, മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു സെക്കൻഡ് ജീവിക്കാൻ നമുക്ക് സാധ്യമാണോ? സാധ്യമല്ലല്ലോ, സാധ്യമല്ല. എല്ലാം രേഖപ്പെടുത്തുകയാണ്, എല്ലാം രേഖപ്പെടുത്തുകയാണ്. അതവിടെ നാളെ മഹ്ശറിൽ കാണിക്കപ്പെടുകയാണ്.
അതുകൊണ്ട് മനുഷ്യ, നാളെ മഹ്ശറിലെത്തിയിട്ട് തന്റെ തിന്മയുടെ റിക്കാർഡ് കാണുമ്പോ ലൗ അന്നലീ കറത്തൻ, ഒരു മടക്കത്തിന് നീ ചാൻസ് തന്നാൽ ഫാകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ നന്മകാര്യങ്ങളിൽ നല്ല കാര്യങ്ങളിൽ അതേ ശ്രദ്ധിക്കുന്നവനായേക്കാമെന്ന് മഹ്ശറിൽ വെച്ച് പറയുമ്പോൾ, അതേ നരകത്തിൽ വെച്ച് വിലപിക്കുമ്പോൾ, ഇഖ്സഊ ഫീഹാ, നരകത്തിയുടെ വേദനകളിൽ, അതിന്റെ വെന്തുരുകലുകളിൽ, അതിന്റെ ഭീമാകാരമായ ശബ്ദങ്ങളിൽ, അതിന്റേതായ നെരിപ്പോടുകളിൽ ഞെരിഞ്ഞമർന്നുകൊണ്ട് മനുഷ്യൻ കരയുമ്പോൾ റബ്ബിന്റെ മറുപടി ഇഖ്സഊ ഫീഹാ, നിന്ദ്യനും നീചനുമായി കൊണ്ടതിൽ കിടക്കടോ, വലാ തുകല്ലിമൂൻ, ഒരക്ഷരം എന്നോട് മിണ്ടിപ്പോകരുത്. ഇതെന്തിനു ചോദിക്കുമ്പോഴറിയോ? വെള്ളം ചോദിക്കുക. സ്വർഗക്കാര് കുടിക്കുന്നത് കാണുകയാണ്, സ്വർഗക്കാരിങ്ങനെ നല്ല ഫലങ്ങൾ കഴിക്കുന്നത് കാണുകയാണ്, അവര് നല്ല ശീതളപാനീയങ്ങൾ കുടിക്കുന്നത് കാണുകയാണ്. തനിക്കോ കിട്ടുന്നില്ല, മറ്റൊരാൾ കുടിക്കുന്നത് കണ്ടാലോ അതും ഒരു ശിക്ഷയാണ്. നരകക്കാർക്കതാ സ്വർഗക്കാർക്കും ഇടയിലുള്ള മറയെന്ന് അള്ളാഹു കൊടുക്കും. എന്തിനാണ്? ഇവൻ ദാഹിച്ച് വിശന്ന് വലഞ്ഞു നരകത്തിയിൽ ഇങ്ങനെ പ്രയാസപ്പെടുമ്പോ സ്വർഗത്തിലതാ പടച്ച റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച മുത്തഖീങ്ങൾ, മുവഹിദുകൾ, ഈമാനുള്ളവർ, കണ്ണിനെ സൂക്ഷിച്ച് കാതിനെ സൂക്ഷിച്ച് ദുനിയാവിന്റെ പല ഹറാമുകളിൽ നിന്നും എനിക്ക് ആ സുഖം വേണ്ടെന്ന് പറഞ്ഞ് എനിക്ക് നരകത്തെ പേടിയാണ്, എനിക്ക് റബ്ബേ നിന്റെ സ്വർഗത്തിലെ ഹൂറികളെ കണ്ടാ മതി, എനിക്ക് അവിടുത്തെ മദ്യം മതി, എനിക്ക് അവിടുത്തെ പട്ട് മതി, എനിക്ക് അവിടുത്തേത് മതി, എനിക്ക് അവിടുത്തെ സൗകര്യങ്ങൾ മതി എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി ത്യജിച്ചവരായ ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ മാലാഖമാര് പറയില്ലേ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, വന്നോ സ്വർഗത്തിലേക്ക്, കടന്നോ സ്വർഗത്തിലേക്ക്. അതേ ബിമാ സബർത്തും, നിങ്ങളേറെ സഹിച്ചവരല്ലേ, നിങ്ങളേറെ ക്ഷമിച്ചവരല്ലേ, ക്ഷമയുടെ ഫലമായി കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നോ. റബ്ബുൽ ആലമീൻ നമുക്കൊക്കെ ആ സന്തോഷ വാർത്ത കേട്ട് സ്വർഗത്തിലെത്താൻ കഴിയുമാറാകട്ടെ. എല്ലാ രൂപത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും സർവശക്തൻ നമുക്ക് ശിഫ നൽകുകയും നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള നിമിഷമാക്കി ഈമാനോടുകൂടെയുള്ള അന്ത്യം റബ്ബ് സുബ്ഹാനഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനുകൾ ഇനിയും ധാരാളം നമ്മുടെ ജീവിതത്തിലേക്ക് ആയുസ്സോടുകൂടി ആഫിയത്തോടുകൂടി സ്വീകരിക്കുവാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാനും സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.